പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എമർജൻസി ഉണ്ടായാലും നമുക്ക് ഓടാൻ പറ്റത്തില്ല. നമ്മൾ പ്ലാറ്റ്ഫോമിൽ കൂടെ ഓടാൻ നമുക്ക് അലൗഡ് അല്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ഓഫ് ഒരു വൈഫൈ കിട്ടുമെന്ന്. നമുക്ക് ഈ ബാർജി നമുക്ക് സ്വന്തമായിട്ട് തുണി അലക്കാൻ അലൗഡ് അല്ല. നമുക്ക് സ്വന്തമായിട്ട് തുണി അലക്കാം. ഹലോ ഫ്രണ്ട്സ്, ആണ്ടൂസ് പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഷോറിലെ ഡെയിലി ലൈഫിനെ കുറിച്ചാണ്. ഇപ്പം ഞാൻ നാട്ടിലാണുള്ളത്. ഞാൻ എമർജൻസി ആയിട്ട് നാട്ടിൽ വന്നിട്ട് ഇപ്പം ഞാൻ 1 മാസമായി നാട്ടിൽ വന്നിട്ട്, അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഞാൻ ഈ വീഡിയോ ഓഫ് ഷോർ വെച്ച് ചെയ്യണമെന്ന് ഓർത്താണ്, പക്ഷേ എനിക്ക് അവിടെ ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓഫ് ഷോറിലെ ഡെയിലി ലൈഫ്. ഞാൻ രാവിലെ ഒരു 4:30 ആകുമ്പം എണീക്കും. ഒരു റൂമിൽ 4 പേരാണുള്ളത്. ഞാൻ 4:30 ആകുമ്പോൾ എണീറ്റ് ഫ്രഷായി ഒരു 4:50 ആകുമ്പോൾ നേരെ മെസ്സാലിലേക്ക് പോകും. ഞാൻ പോയി ഒരു 4:50 കഴിയുമ്പോൾ റൂമിൽ അടുത്ത ആൾ എണീക്കും. ഒരു 5 മണിയാകുമ്പോൾ അടുത്ത ആൾ എണീക്കും. 5:15 ആകുമ്പോൾ അടുത്ത ആൾ എണീക്കും. അങ്ങനെയാണ് നമ്മൾ ടൈം സെറ്റ് വെച്ചേക്കുന്നത്. ഞാൻ ഒരു 4:50 ഒക്കെ ആകുമ്പോഴത്തേക്ക് മെസ്സാലിലേക്ക് ചെല്ലും. ഒരു വെളുപ്പിനെ ഒരു 4:30 തൊട്ട് 7 മണി വരെ മെസ്സാൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ മെസ്സാളിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെസ്സാള്. ഇത് ഇവിടുത്തെ ലെവൽ 3 റിഗറാണ്, പഞ്ചാബിയാണ്. ഇന്ന് നമുക്കിവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് അലൗഡാണ്. ആഴ്ചയിൽ ഒരു ദിവസം സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇവിടെ ലഭ്യമാണ്. കണ്ടോ, ദോശ, ഇഡ്ഡലി, പിന്നെ ഇപ്പം ഇരിക്കുന്ന പാലാണ്. പിന്നെ ലൈവായിട്ട് അവിടെ മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം സാമ്പാറുണ്ട്. പിന്നെ ഇത് നൂഡിൽസ് ഉണ്ട്, ബ്രെഡ് റോസ്റ്റ് ചെയ്തുകൊണ്ട്, പാസ്തയാണ് അതിരിക്കുന്നത്. പിന്നെ റൈസ്, ഇത് ഫിലിപ്പീൻസുകാർക്കാണ്. റൈസ്, സോസേജ്, പാൻകേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ മെസ്സുകൾ. ഒരു വലിയ മെസ്സാൾ തന്നെയാണ്. ആൾക്കാർ ആരും എത്താൻ തുടങ്ങിയിട്ടില്ല. ഞാൻ കുറച്ച് നേരത്തെ പോകും മെസ്സാളിലോട്ട് രാവിലെ. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മസാല ദോശയും കുറച്ച് ചട്നിയും കുറച്ച് സാമ്പാർ, ഒരു ബ്ലാക്ക് കോഫിയാണ് എടുത്തിരിക്കുന്നത് രാവിലത്തെ നാസ്തയ്ക്ക് വേണ്ടി. ഞാൻ മെസ്സാളിൽ നിന്ന് തിരിച്ചൊരു 5:20 ആകുമ്പോൾ റൂമിൽ തിരിച്ചെത്തും. റൂമിൽ വന്ന് കഴിഞ്ഞ് വീട്ടോട്ടൊക്കെ ഒന്ന് വിളിച്ച് മൊബൈലിലൊക്കെ ഒന്ന് നോക്കിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലോണ്ടറി വന്നിട്ടുണ്ടാകും. വൈകിട്ട് നമ്മൾ ലോണ്ടറി കൊടുക്കും, തുണികൾ കഴുകാൻ കൊടുക്കും ലോണ്ടറി. അത് അവർ രാവിലെ കൊണ്ട് നമ്മുടെ റൂമിൻ്റെ വെളി വെക്കും. നമ്മൾ കവറോളും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ നേരെ പോകുന്നത് ചേഞ്ചിങ് റൂമിലോട്ടാണ്. നമുക്ക് ഈ സേഫ്റ്റി ഷൂ അങ്ങനെയൊന്നും നമ്മുടെ റൂമിനകത്ത് അലൗഡല്ല. നമ്മുടെ ബാർജായിട്ട് റൂമിനകത്ത് അലൗഡല്ല. നമ്മളത് നേരെ പോയിട്ട് ചേഞ്ചിങ് റൂമിലോട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളൊരു പ്രത്യേകം സ്റ്റോറേജ് ഏരിയ ഉണ്ട് നമുക്ക് അവിടെ ചേഞ്ചിങ് റൂമിൽ. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ സേഫ്റ്റി ഷൂ, ഹെൽമെറ്റ്, അതുപോലെ വർക്ക് വെസ്റ്റ് അതെല്ലാം ഇട്ടുകൊണ്ട് വേണം നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ആഴ്ച ഒരു 3 ദിവസം TVT ഉണ്ട്. നമ്മൾ മസ്റ്റായിട്ട് ആ TVT നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ടീ കാർഡ് ഏരിയയിലോട്ടാണ്. ടീ കാർഡ് ഏരിയ എന്ന് വെച്ചാൽ അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ആ ബുക്കിലാണ് നമ്മുടെ പേര്, അരാംകോ ID, നമ്മളെപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. പിന്നെ അവിടെ ടീ കാർഡുണ്ട്. ടീ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാർജിലുള്ളപ്പം നമ്മളത് ഗ്രീനിലായിരിക്കും. അതിൻ്റെ രണ്ട് വശമുണ്ട് ഈ ടീ കാർഡിന്. നമ്മൾ ബാർജിലായിരിക്കുമ്പം അത് ഗ്രീനിലും, നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ അത് റെഡിലും ആക്കിയിട്ട് വേണം പോകാൻ. അപ്പം എത്ര പേര് ഡ്യൂട്ടിക്ക് പോയി, അവിടെ ബാർജിൽ എത്ര മാൻ പവർ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള സിസ്റ്റമാണത്. നമ്മൾ ഗാംഗേ വഴിയാണ് പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നത്. അതാണ് നമ്മൾ മസ്റ്റായിട്ടും വർക്ക് വെസ്റ്റും കാര്യങ്ങളൊക്കെ ധരിച്ചിരിക്കണം. നമ്മുടെ ഈ ടീ കാർഡിൻ്റെ ഏറിയ ഒരാളെ അവിടെ നിയമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ മാൻ പവറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരാളെ അവിടെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയുന്ന പേരെന്ന് വെച്ചാൽ ടീ കാർഡ് റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് അദ്ദേഹത്തിന് പറയുന്ന പേര്. നമ്മൾ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബ്രേക്ക് എന്ന് വെച്ചാൽ 9 മണിക്കാണ്. 9 മണിക്ക് ടീ ബ്രേക്ക് ഉണ്ട്. 9 മണിക്ക് നമ്മൾ ബാർജി വന്നിട്ട് വേണം നമ്മൾ ടീ ബ്രേക്ക് കുടിക്കാൻ വേണ്ടി. നമ്മുടെ ഷെൽട്ടറിനകത്തെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചായ ഉണ്ട്, കോഫി ഉണ്ട്, അതുപോലെ സ്നാക്സ് എന്തെങ്കിലും കാണും, അതുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ഞാൻ പറഞ്ഞില്ല ടീ കാർഡ് അത് റെഡിലായിരിക്കും. അത് നേരെ ഗ്രീനിലാക്കിയിട്ട് വേണം നമ്മൾ കാപ്പി കുടിക്കാൻ പോകാൻ. 9 തൊട്ട് 9:15 വരെയാണ് നമ്മൾ ടീ ബ്രേക്ക്. 9:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും പഠിച്ച സ്ഥലത്തേക്ക്, ഡ്യൂട്ടി സ്ഥലത്തേക്ക് ചെല്ലേണ്ടതാണ്. പിന്നെ നമ്മുടെ ലഞ്ച് ടൈം എന്ന് വെച്ചാൽ 11 തൊട്ട് 12 വരെയാണ് ലഞ്ച് ടൈം. ലഞ്ച് ടൈമിൽ വരുന്ന സമയത്ത് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ടീ കാർഡ് അത് നമ്മൾ റെഡിലുള്ള ഗ്രീനിലാക്കിയിട്ട് വേണം. നമ്മൾ ബാർജിലുള്ളപ്പോൾ നമ്മുടെ ഫുള്ള് നമ്മുടെ ടീ കാർഡ് ഗ്രീനിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ നേരത്ത് വീണ്ടും റെഡിലാക്കിയിട്ട് പോകാനുണ്ട്. അതുപോലെ നമ്മൾ 11 തൊട്ട് 12 വരെയാണ് നമ്മുടെ ലഞ്ച് ബ്രേക്ക്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3 ഡ്യൂട്ടിക്ക് പോകും. ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രേക്ക് എന്ന് വെച്ചാൽ 3 തൊട്ട് 3:15 വരെയാണ് നമ്മുടെ ടീ ടൈം. അത് നമ്മൾ ബാർജി വന്നിട്ട് വേണം ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടി. നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി ടൈം എന്ന് വെച്ചാൽ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഡ്യൂട്ടി ടൈം. പിന്നെ നമ്മുടെ പെർമിറ്റിൽ കിട്ടുന്ന പോലെ ഇരിക്കും. ചിലപ്പോൾ 5:30 വരെയൊക്കെ പെർമിറ്റ് കാണുള്ളൂ, ചിലപ്പോൾ 5 മണി വരെ കാണുള്ളൂ. അതനുസരിച്ച് നമുക്ക് വൈകിട്ട് റൂമിലോട്ട് പോരാവുന്നതാണ്. ഞാൻ ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാവർക്കും ഉള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് അത്. ഈ നമ്മുടെ ഓഷോറിൻ്റെ കാര്യം, ഓഷോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓഷോറിൽ ലിക്കർ ഐറ്റംസ് ഒന്നും അലൗഡല്ല. നമ്മൾ ഇവിടെ നിന്ന് കൊണ്ട് മദ്യം കുടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അരാംകോ സൈറ്റിൽ തന്നെ നമ്മളെ പുറത്താക്കുന്നതായിരിക്കും. അത് ലിക്കർ ഐറ്റംസ് ഒരിക്കലും അലൗഡല്ല. ഒരു ലഹരി പദാർത്ഥത്തോടെ അലൗഡല്ല. അതുപോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ അലൗഡല്ല. പ്ലാറ്റ്ഫോമിലോട്ട് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ തന്നെ അലൗഡല്ല. അതൊക്കെ അരാംകോയുടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ മൊബൈൽ ഫോൺ തന്നെ അവർ മേടിച്ചിട്ട് പോകുന്നതായിരിക്കും.
പിന്നെ നമ്മുടെ ബാർജിൽ ഒരു ക്ലിനിക്ക് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് മെഡിസിനൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞാൽ എല്ലാ മാസവും മന്ത്ലി ചെക്കപ്പ് ഉണ്ട്. അത് എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ഒന്ന് നോക്കിയിരിക്കണം. മന്ത്ലി ചെക്കപ്പ് പോയിരിക്കണം. നമ്മുടെ BP, ഷുഗർ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. എന്നിട്ട് അവർ അതെല്ലാം അരമ്പയുടെ ആൾക്കാർക്ക് അവർ അയച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കവറോള്, സേഫ്റ്റി ഷൂ ഇതൊന്നും ഇട്ടുകൊണ്ട് നമുക്ക് മെസ്സാളിൽ പോകാൻ അലൗഡല്ല. അതുപോലെ ജിമ്മിനകത്ത് പോകാൻ അലൗഡല്ല. അതുപോലെ ഗെയിം റൂമിൽ പോകാനും ഈ കവറോള്, സേഫ്റ്റി ഷൂ ഇട്ടുകൊണ്ടൊന്നും പോകാനായിട്ട് അലൗഡല്ല. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചേഞ്ചിങ് റൂമുണ്ട്. ഞാൻ പിന്നെ എല്ലാവർക്കും അവിടെ ഒരു റാക്കുണ്ട്, പ്രത്യേകത്തെ റാക്കുകളുണ്ട്, അതിന് താക്കോലുണ്ട്. നമ്മുടെ സേഫ്റ്റി ഷൂ, ഹെൽമെറ്റ്, അങ്ങനെയുള്ള കവറോള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വെച്ചിട്ട് വേണം. ക്രോക്സ് പോലുള്ള ചെരുവുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സാധാ സപ്പിൾ യൂസ് ചെയ്യാൻ അവിടെ അലൗഡല്ല. അതിട്ടുകൊണ്ട് വേണം നമ്മൾ ബസ്സാളിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എമർജൻസി ഉണ്ടായാലും നമുക്ക് ഓടാൻ പറ്റത്തില്ല. നമ്മൾ പ്ലാറ്റ്ഫോമിൽ കൂടെ ഓടാൻ നമുക്ക് അലൗഡല്ല. അതുപോലെ ബാർജിൽ കൂടി ആയാലും നമുക്ക് ഓടാനായിട്ടൊന്നും അലൗഡല്ല. പിന്നെയുള്ളതെന്ന് വെച്ചാൽ സ്മോക്കിംഗ് ഏരിയ ആണ്. നമുക്ക് എല്ലായിടത്തും നിന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് അലൗഡല്ല. അതിന് പ്രത്യേക ഒരു സ്മോക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെയാണ് നമ്മൾ സ്മോക്ക് ചെയ്യേണ്ടത്. നമ്മളുണ്ടായിരുന്ന ബാർജിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോക്കിംഗ് ഏരിയ ആയിരുന്നു. അവിടെയുള്ള എല്ലാവരും വന്ന് സ്മോക്ക് ചെയ്യേണ്ടത്. നമ്മൾ റൂമിലൊക്കെ ഇത് സ്മോക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതായിരിക്കും. നമുക്ക് ഈ ബാർജിൽ നമുക്ക് സ്വന്തമായിട്ട് തുണി അലക്കാൻ അലൗഡല്ല. നമുക്ക് സ്വന്തമായിട്ട് തുണി അലക്കി അവിടെ എവിടെയൊക്കെ ഒന്ന് വിരിച്ചിടാനൊന്നും അലൗഡല്ല. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു തുണിയുടെ സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കകത്ത് ആക്കിയിട്ട് നമ്മുടെ റൂമിൻ്റെ പുറത്ത് വെച്ചാൽ മതി. അത് ലോണ്ടറിയുടെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പം വൈകിട്ട് ഇടുന്ന ഡ്രസ്സാണെങ്കിൽ രാവിലെ അവർ കൊണ്ടുവരും. അതുപോലെ രാവിലെ നമ്മൾ ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ വൈകിട്ട് റൂമിൻ്റെ അകത്ത് കൊണ്ട് തരുന്നതാണ്. പിന്നെ നമുക്ക് കുളിക്കാനുള്ള സോപ്പ് നമുക്കിവിടെ തരുന്നതായിരിക്കും. ആഴ്ച ഓരോ സോപ്പ് കിട്ടും. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ്, തലയണ കവറൊക്കെ വരെ ആഴ്ച 1 പ്രാവശ്യം വാഷ് ചെയ്തുകൊണ്ടെന്ന് പിരിച്ചു തരും. പിന്നെ ഡെയിലി റൂം ക്ലീനിങ് ഉണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ വേസ്റ്റ് സെഗ്രിഗേഷൻ ആണ്. വേസ്റ്റ് സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഓഷോറിൽ. നമ്മുടെ റൂമിൽ തന്നെ ആകുമ്പോൾ 2 വേസ്റ്റ് ബിൻ ഉണ്ട്. അത് ഒന്ന് പ്ലാസ്റ്റിക് ഒക്കെ ഇടാനും മറ്റൊന്ന് പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയാണ്. ഇത് മസ്റ്റായിട്ട് നമ്മൾ അവിടെ തന്നെ അത് ഇട്ടിരിക്കണം, വേസ്റ്റും കാര്യങ്ങളൊക്കെ. ബസ്സാനകത്ത് കൈയില്ലാത്ത മീനൊന്നും അലൗഡല്ല. അതുപോലെ തന്നെ മുട്ടിന് താഴെയുള്ള പാൻറ്റൊക്കെ ഇടുന്നതാണ് നിയമവും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഫുഡ് നമുക്ക് റൂമിൽ കൊണ്ടുവന്ന് കഴിക്കാൻ അലൗഡല്ല. ഫുഡൊക്കെ നമ്മൾ ബസ്സാൽ തന്നെ ചെയ്ത് കഴിക്കേണ്ടതാണ്. അതൊക്കെ ആ വേസ്റ്റ് സെഗ്രിഗേഷൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ അവർ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാം ചോദിക്കുന്നതാണ് ഓഷോർ വൈഫൈ കിട്ടുമെന്ന്. നമ്മുടെ പറഞ്ഞ വൈഫൈ ഉണ്ടായിരുന്നു. വൈഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന എല്ലാവരും നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്പീഡ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞങ്ങളെല്ലാവരും സ്വന്തമായിട്ട് തന്നെ റീചാർജ് ചെയ്യുകയാണ്. ഞാൻ ഉപയോഗിച്ചിട്ടിരുന്ന മൊബൈലിയുടെ സിമ്മായിരുന്നു. നമ്മൾ ഒരു മാസം ഞാൻ ഒരു 110 റിയാലിൻ്റെ റീചാർജ് ചെയ്യുമായിരുന്നു. ഒരു 2300 രൂപയോളം ചെയ്യായിരുന്നു. ഒരു 60 GB കിട്ടുമായിരുന്നു ഒരു മാസത്തേക്ക്. അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മിക്കതും എല്ലാം തന്നെ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ. പിന്നെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചേഞ്ച് റൂമിൽ വരും. ചേഞ്ച് റൂമിൽ വന്നിട്ട് അവിടെ ഷൂവ്, വർക്ക് വെസ്റ്റ്, ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോകും. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് റൂമിൽ പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിൽ 4 പേരല്ലേ ഉള്ളത്. 4 തുണിയുടെ സഞ്ചിയുണ്ട്. സഞ്ചിക്ക് നമ്മൾ ഇട്ടുന്ന കവറോള് അതെല്ലാടെ സഞ്ചിക്ക് അതിട്ട് പുറത്ത് നോക്കുക. റൂമിൽ ആദ്യം വരുന്നവരാണ് ആദ്യം കുളിക്കുന്നത്. പിന്നെ നമ്മൾ മലയാളികളെല്ലാം കൂടെ ഞങ്ങൾ ഒരു 6 മണിയാകുമ്പോഴാണ് കഴിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അതിന് മുമ്പ് ഭയങ്കര തിരക്കായിരിക്കും. 6 മണി കഴിയുമ്പോഴത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നേരെ നമുക്ക് മെസ്സോളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഡിന്നർ. ഇവിടുത്തെ ഫുഡെന്ന് വെച്ചാൽ യാതൊരു രക്ഷയില്ല. എല്ലാ ഐറ്റംസും കിട്ടും. ചിക്കന്, മട്ടന്, ബീഫ്, ഫിഷ്, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അതുപോലെ ജ്യൂസ് ഐറ്റംസ്, ഐസ്ക്രീം, ഫ്രൂട്ട്സ്, കേക്ക്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതായിരിക്കും. ഞാനിന്ന് എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ലിവറിൻ്റെ ഫ്രൈ ഉണ്ട്, 2-3 ചിക്കൻ്റെ പീസ്, കുറച്ച് സാലഡുണ്ട്, പിന്നെ കേക്ക്, ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി കഴിക്കാനാണ്. പിന്നെ ചോറ് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. 2 തരത്തിലുള്ള റൈസ് ഉണ്ട് ഇവിടെ. വൈറ്റ് റൈസും ഉണ്ട്, അതുപോലെ കബ്സ റൈസും ഉണ്ട്. ഞങ്ങൾ മലയാളികളെല്ലാം കൂടി ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് കഴിക്കാൻ വരും. പിന്നെ ഞങ്ങൾ ഭർത്താവിനെല്ലാം പറഞ്ഞ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് റൂമിലോട്ട് പോകുള്ളൂ. നമ്മൾ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കുറേ ഫുഡൊക്കെ കഴിക്കും. പിന്നെ നമുക്ക് ഈ അത്രയധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കുറേ ചേർത്തേ കഴിക്കത്തുള്ളൂ. ഇതൊക്കെയാണ് ഓഫ്ഷോറിലെ ഫുഡും കാര്യങ്ങളുമൊക്കെ. ഡെയിലി ലൈഫിലെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സൊക്കെയാണ്, എല്ലാം മലയാളികളാണ്. ഡിന്നറൊക്കെ നമ്മൾ 7 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് റൂമിലെത്തും. റൂമിലെത്തി കഴിഞ്ഞാൽ വീട്ടിൽ വിളിക്കണമെങ്കിൽ വീട്ടിൽ വിളിക്കും. അതുപോലെ തന്നെ മൊബൈൽ നോക്കണമെങ്കിൽ മൊബൈൽ നോക്കാം. പിന്നെ ടൈം പാസ് ചെയ്യുന്നവർക്ക് താഴെ ഗെയിം റൂം ഉണ്ട്. ഗെയിം റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബില്യാർഡ്സ്, ക്യാരംസ് അങ്ങനെയുള്ള ഗെയിമുകളുണ്ട്, അത് കളിക്കാം. പിന്നെ ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിൽ പോകാം. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പം അവിടെ ആയിരുന്നപ്പോൾ ഒരു 9 ആകുമ്പോഴത്തേക്ക് പോകുമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഓഫ് ഷോറിൻ്റെ ഡെയിലി കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.